ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2019 പുറത്തിറങ്ങിയ മോണ്ടു പൈലറ്റ് എന്ന വളരെ വ്യത്യസ്തമായ ഒരു വെബ് സീരീസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. 9 എപ്പിസോഡുകളാണ് ഈ വെബ് സീരീസിനുള്ളത്. എല്ലാം നമുക്ക് ഒരൊറ്റ വീഡിയോ നോക്കാം. ഒരു ഗ്രാമത്തിൽ തൻ്റെ മകൾക്ക് നല്ലൊരു വരനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു അച്ഛൻ. അങ്ങനെ ഇരിക്കെ ടൗണിൽ നിന്നും കുറച്ച് പ്രായമുള്ള ഒരാൾ വരുന്നുണ്ട്. നിങ്ങളുടെ മകളെ ഞാൻ വിവാഹം കഴിച്ചോളാം, കല്യാണത്തിന് നിങ്ങൾ ചിലവൊന്നും ചെയ്യണ്ട, അങ്ങോട്ടേക്ക് 4 ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞ് ആ പണം കൊടുത്ത് അവിടുത്തെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ച് ആ പെൺകുട്ടിയെ അയാൾ പട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ആ സത്യം മനസ്സിലാകുന്നത്. അയാൾ ഒരു നരകം കാണിച്ചു കൊടുക്കാനാണ് വളരെ പ്ലാൻ ചെയ്ത് ആ പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. അതും അവളൊരു കന്യക ആയതുകൊണ്ടാണ് അയാൾ ഇത്ര വലിയൊരു പദ്ധതി ഇട്ടത് തന്നെ. അങ്ങനെ സിറ്റിയിൽ കൊണ്ടുവന്ന് അയാൾ ആ പെൺകുട്ടിയെ എന്ത് ചെയ്തു, അതിനുശേഷം അവരുടെ ജീവിതം എങ്ങനെ മാറി എന്നതൊക്കെയാണ് വളരെ ത്രില്ലിംഗ് ആയി നമ്മൾ ഈ കഥയിൽ നോക്കാൻ പോകുന്നത്. സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരയിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ സീരീസിലേക്ക് കടക്കാം. തുടക്കത്തിൽ മോണ്ടു എന്ന് പറയുന്ന നമ്മുടെ പടത്തിലെ ഹീറോയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയ്ക്ക് എല്ലാം അവൻ്റെ അമ്മയാണ്. ഹീറോയ്ക്ക് അച്ഛനില്ല. തയ്യൽ മെഷീനിൽ തുന്നി ഉണ്ടാക്കുന്ന പണം സേവ് ചെയ്ത് വെച്ചാണ് അമ്മ മോണ്ടുവിനെ വളർത്തുന്നത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം ആ അമ്മ മരിച്ചു പോവാണ്. അതോടെ ആ കൊച്ചു പയ്യൻ മോണ്ടു ആകെ തനിച്ച് ഒരൊറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ നാട്ടിലെ ചിറ്റപ്പൻ എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട്. അയാൾ മോണ്ടുവിന് മാത്രമല്ല ആ നാടിന് മുഴുവൻ ചിറ്റപ്പനാണ്. അയാൾ മോണ്ടുവിൻ്റെ അടുത്ത് വന്ന്, നീ ഇപ്പോൾ ഒരു ചേരി പ്രദേശത്തല്ലേ താമസിക്കുന്നത്, അത് അവിടെ കാണുന്നില്ലേ വലിയ അപ്പാർട്ട്മെൻറ്റുകൾ, അവിടെ ജീവിക്കുന്ന പോലെ നിൻ്റെ സ്റ്റാറ്റസ് ഞാൻ ഉയർത്തി കാണിച്ചു തരാം, നിന്നെ എൻ്റെ മകനെ പോലെ ഞാൻ നോക്കിക്കോളാം, എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിക്കുകയാണ്. മോണ്ടുവിന് അവിടെ വേറെ വഴികളില്ലായിരുന്നു. അതുകൊണ്ട് അവൻ ആ ചിറ്റപ്പൻ്റെ കൂടെ പോകാൻ സമ്മതിക്കുന്നു. ആ ചിറ്റപ്പൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാമോ? അതെ, നാട്ടിൽ തന്നെ ഒരുപാട് സ്ത്രീകളെ വെച്ച് ബിസിനസ് ചെയ്യുന്നവരിടത്താണ് അയാൾ താമസിക്കുന്നത്. സ്ത്രീകളെ വെച്ച് അങ്ങനെ ബിസിനസ് ചെയ്യുന്നതിൽ ഒരു ബോസ് തന്നെയാണ് ഈ ചിറ്റപ്പൻ എന്ന് പറയാം. അയാൾക്ക് അവിടെ വലിയൊരു വീടുണ്ട്. ആ വീട്ടിൽ ഏകദേശം 30-40 സ്ത്രീകളെ അയാൾ ഈ ബിസിനസ്സിനായി മാത്രം താമസിപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും മുകളിലായി ഡോക്ടർ എന്ന് പറയുന്ന ഒരാളുണ്ട്. കണ്ണടയൊക്കെ വെച്ച് ഫോർമൽ ഡ്രസ്സൊക്കെ ഇട്ടാണ് അയാൾ നടക്കുന്നത്. അയാളുടെ ഓർഡറുകളാണ് ഈ ചിറ്റപ്പനും അവിടെയുള്ള BV ജാനും അനുസരിക്കുന്നത്. ആരാണ് ഈ BV ജാൻ എന്നല്ലേ? ചിറ്റപ്പൻ്റെ ഭാര്യയാണ്. അവിടെയുള്ള 30-40 സ്ത്രീകളെയും റെഡിയാക്കുന്നതും അണിയിച്ചൊരുക്കുന്നതെല്ലാം ഇവരുടെ തീരുമാനപ്രകാരമാണ്. ഇങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മുടെ ഹീറോ വളരുന്നത്. ഹീറോ എപ്പോഴും മദ്യപിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം പോലും കുടിക്കാതെ അവന് ഇരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ചിറ്റപ്പൻ നമ്മുടെ ഹീറോ വലിയ ആളായതുകൊണ്ട് അവന് ചില ജോലികളൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ വീട്ടിലേക്ക് കസ്റ്റമേഴ്സിനെ നീ തന്നെ പിടിച്ചുകൊണ്ട് വരണം, നമ്മുടെ സ്ത്രീകളെ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവരെ കസ്റ്റമേഴ്സിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിടണം എന്നൊക്കെയുള്ള ജോലികളാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കെ സിറ്റിയിൽ പുതുതായി സുകന്യ എന്ന പേരുള്ള ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. അവളൊരു കന്യകയാണ്. അവളൊരു പ്രത്യേക ലോഡ്ജിലാണ് താമസിക്കുന്നത്. അവിടെ പോയി ആ പെൺകുട്ടിയെ നമ്മുടെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാ എന്ന് ചിറ്റപ്പൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ആ നാട്ടിലേക്ക് പുതുതായി വിവാഹം കഴിഞ്ഞ് വരുന്ന ഒരു ജോഡിയെ കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഹീറോയിൻ സുകന്യ, അത് ആ പെൺകുട്ടിയാണ്. അവളുടെ അടുത്തൊരു പ്രായമായ ആൾ നിൽക്കുന്നത് കണ്ടില്ലേ, അയാളാണ് സുകന്യയുടെ ഭർത്താവ്. സുകന്യയെ ഗ്രാമത്തിൽ പോയി വിവാഹം കഴിച്ച് ടൗണിലെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരാനായാണ് അയാൾ വരുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഈ ലോഡ്ജിൽ തങ്ങാം എന്ന് അയാൾ സുകന്യയോട് പറയുന്നുണ്ട്. അവൾക്ക് മനസ്സിനുള്ളിൽ എന്തോ ഒരു പേടി തോന്നുന്നുണ്ട്. അവൾ കുറച്ച് മടിച്ചിട്ടാണ് പടികൾ കയറി വരുന്നത്. എന്തോ ഒരു അപകടം നടക്കാൻ പോകുന്നു എന്നവൾ ഭയപ്പെടുന്നുണ്ട്. അവളാണെങ്കിൽ വെറും പാവമായ ഒരു നാട്ടിൻപുറത്തുകാരിയാണ്. ഇപ്പോൾ ആ ലോഡ്ജിന്റെ വാതിലുകൾ വന്ന് നിൽക്കുമ്പോൾ ഭർത്താവ് ഉള്ളിലേക്ക് വാ മോളെ, ഇത് നമ്മുടെ വീട് പോലെയാണ്, ധൈര്യമായിട്ട് വാ, ഫാൻ TV ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. വന്ന് ബെഡിലിരിക്കുക എന്ന് വിളിക്കുകയാണ്. ഹീറോയിൻ മടിച്ച് ഉള്ളിലേക്ക് വരുന്നു. ഇപ്പോൾ അവളുടെ ഭർത്താവ് ഫോൺ എടുത്ത് ആരോടോ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, എപ്പോഴാണ് ആളെ അയക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹീറോയിന് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കന്യകയാണെങ്കിൽ വലിയ വില കിട്ടും എന്ന് പറഞ്ഞ് അയാൾ ഭാര്യയെ നോക്കി ചിരിക്കുന്നുണ്ട്. അവിടെ അയാൾ മദ്യപിക്കുന്നതും കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹീറോയിൻ ഇങ്ങനെ വന്ന് പെട്ടതെന്ന് അപ്പോഴാണ് കാണിക്കുന്നത്. ഹീറോയിൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഗ്രാമത്തിൽ കാർത്തിക് എന്നൊരു പയ്യനെ അവൾ ജീവന തുല്യം പ്രണയിച്ചിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ അവൻ ജോലി സംബന്ധമായ ദൂരദേശത്തേക്ക് പോയ സമയത്താണ് വീട്ടുകാർ ഈ പ്രായമായ ആൾക്ക് അവളെ നിർബന്ധിച്ച് കല്യാണം ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ താൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് പെട്ടല്ലോ എന്നോർത്ത് അവൾ കരയാണ്. അതേസമയം നമ്മുടെ ഹീറോ മോണ്ടു ചിറ്റപ്പൻ പറഞ്ഞ ലൊക്കേഷനിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരാനായി എത്തുകയാണ്. ഇവിടെ ഹീറോയിൻ്റെ ഭർത്താവ് അവളോട് ഒരു ചുരിദാർ എടുത്ത് മാറാൻ പറയുന്നുണ്ട്. അവൾ വസ്ത്രം മാറി ആ ലോഡ്ജിൻ്റെ ടെറസിലേക്ക് വരുന്നു. ഇങ്ങനെയൊരു ജീവിതം നമ്മൾ ജീവിക്കണോ? ഭർത്താവ് നമ്മളെ മാർക്കറ്റിൽ വിൽക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. മിണ്ടാതെ ഇവിടെ നിന്നും താഴേക്ക് ചാടാ എന്ന് കരുതി അവൾ ടെറസിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ ഭർത്താവ് വന്ന് അവളെ പിടിച്ച് വലിക്കുന്നുണ്ട്. എത്ര ധൈര്യം ഉണ്ടെടി നിനക്ക്? നിന്നെ നിന്റെ അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്നും 4 ലക്ഷം രൂപ കൊടുത്താണ് ഞാൻ വാങ്ങിയത്. എന്നെ നീ നഷ്ടത്തിലാക്കുമല്ലേ? എൻ്റെ വാല്യൂ നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞ് തല്ലിച്ചതച്ച് അവളെ താഴെ ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. നിന്നെയൊന്നും വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ച് അയാൾ അവളോട് മോശമായി പെരുമാറുന്നു.
അതേ സമയത്താണ് നമ്മുടെ മോണ്ട് വരുന്നത്. എന്താ ഇത്ര സമയമായിട്ടും ആ ബ്രോക്കർ പെണ്ണിനെ താഴേക്ക് കൊണ്ടുവരാത്തതെന്ന് ചിന്തിച്ച് അവൻ ലോഡ്ജിലേക്ക് കയറി വന്ന് നോക്കുമ്പോൾ അവിടെ ആ സംഭവം നടന്നിരിക്കുന്നു. അത് കാണുമ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എടാ, നീ എന്താടാ പറഞ്ഞത്? ഒരു കന്യകയായ പെണ്ണ് വേണം, അവൾക്കാണ് മാർക്കറ്റിൽ ഭയങ്കര വില എന്നല്ല നീ പറഞ്ഞത്? അതുകൊണ്ടല്ലേ നിനക്ക് 4 ലക്ഷം രൂപ തന്ന് എൻ്റെ ചിറ്റപ്പൻ ഇങ്ങോട്ടേക്ക് അയച്ചത്? എന്നിട്ട് നീ എന്താടാ ഈ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് മോണ്ട് ദേഷ്യപ്പെടാണ്. അല്ലപ്പാ, ഈ പെണ്ണ് കന്യകയൊന്നുമല്ല, ഇവൾ അഭിനയിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് ഭർത്താവ് സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാൽ ഹീറോ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവിടെ വെച്ച് തന്റെ തോക്കെടുത്ത് ഹീറോയിനെ ഉപദ്രവിച്ച അവളുടെ ഭർത്താവിനെ അവൻ വെടിവെച്ച് കൊല്ലുകയാണ്. അതിനുശേഷം ഹീറോയിനോട് ഡ്രസ്സ് മാറാൻ പറയുന്നുണ്ട്. അവൾ ഡ്രസ്സ് മാറി പതുക്കെ പുറത്തേക്ക് വരുന്നു. വാ, എൻ്റെ പേര് മോണ്ടു, എന്നെ എല്ലാവരും മോണ്ടു പൈലറ്റ് എന്നാണ് വിളിക്കുന്നത്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം. അതെ, പെൺകുട്ടികളെ വെച്ച് ബിസിനസ് ചെയ്യുന്നവരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോവാം. നിനക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഫോൺ ചെയ്ത് ഞാൻ തരാം. ഇതാ സംസാരിച്ചു എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയാണ്. ഹീറോയിൻ അച്ഛനെ വിളിക്കുകയാണ്. അച്ഛാ, ഇങ്ങനൊരു സ്ഥലത്താണ് എന്നെ കൊണ്ടുവന്നത് എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛൻ ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അച്ഛനും ഇതിൽ പങ്കുണ്ടെന്ന്. അവൾക്കൊരു കാമുകനുണ്ടെന്ന് പറഞ്ഞില്ലേ, കാർത്തിക്. അവനെ വിളിച്ച് നോക്കുമ്പോൾ ഫോൺ നോട്ട് റീച്ചബിൾ ആണ്. ഇപ്പോൾ വേറെ വഴിയില്ല. ഹീറോയിൻ ഹീറോയുടെ കൂടെ ആ ബിസിനസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഇവിടെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോയിനെ കല്യാണം കഴിച്ച ആ മുൻ ഭർത്താവ് ഗ്രാമത്തിൽ വന്ന് ഹീറോയിൻ്റെ അച്ഛന് 4 ലക്ഷം രൂപ കൊടുത്ത് അവളെ വില പേശി ഉറപ്പിച്ചതാണ്. ഈ കാര്യം ഹീറോയിൻ്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുടുംബത്തിന്റെ ദാരിദ്ര്യം കാരണം സിറ്റിയിൽ കൊണ്ടുപോയി ഇവൻ മകളെ ഇങ്ങനെയുള്ള പണിക്ക് വിടും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മയും അവളെ പറഞ്ഞയച്ചത്. അതും അവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ബിസിനസ് നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്ന ഹീറോയിനെ അവിടെയുള്ള BV ജാൻ എന്ന സ്ത്രീ കാണുകയാണ്. എന്താ ഇവളിങ്ങനെ അലങ്കോലമായി വന്നിരിക്കുന്നത്? കന്യകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ എന്താണ് നടന്നത് എന്നവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുവന്ന ഹീറോ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അത് കേട്ടതും അവർക്ക് ഭയങ്കര ദേഷ്യം വരാണ്. അവനെ വെറുതെ വിട്ടിട്ടാണോ നീ വന്നത് എന്ന് ഹീറോയോട് ചോദിക്കുകയാണ്. അവനെ വെറുതെ വിട്ടിട്ടില്ല, അവനെ ഞാൻ തട്ടിക്കളഞ്ഞു എന്ന് ഹീറോ പറയാണ്. ഇത് കേട്ടതും ആ ചിറ്റപ്പന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എടാ, എന്താടാ നീ പറയുന്നത്? ഇതൊക്കെ സാധാരണമായാണെന്ന് കരുതി 2 തട്ട് തട്ടിയിട്ട് വരുമെന്ന് കരുതിയാ നീ എന്തിനാടാ അവനെ കൊന്നത്? ഇനി പോലീസ് കേസായി നീ പോയി ഒളിച്ചിരുന്നാൽ ഞങ്ങൾ അനുഭവിക്കണം എന്ന് പറഞ്ഞ് ഹീറോയെ പൊതിരെ തല്ലാണ്. ഹീറോയെ ഇവരാണ് വളർത്തിയത് എന്നതുകൊണ്ട് അവരെന്ത് ചെയ്താലും ഹീറോ മിണ്ടാതെ നിൽക്കും. ഇപ്പോൾ ഹീറോയെ അവിടെ നിന്നും പറഞ്ഞയച്ചിട്ട് BV ജാൻ ഹീറോയിനെ അടുത്ത് പിടിച്ചിരുത്തുന്നുണ്ട്. കുറച്ച് തുണികളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഹീറോയിൻ്റെ ശരീരത്തിലുള്ള മുറിവുകൾ കണ്ട് അതിനെല്ലാം മരുന്നിട്ട് കൊടുക്കുകയാണ്. വിഷമിക്കേണ്ട മോളെ, നിന്നെപ്പോലെ ഇവിടെയുള്ള ഒരുപാട് പെൺകുട്ടികൾ സ്വന്തം വീട്ടുകാർ വിറ്റിട്ട് ഇവിടെ വന്നവരാണ്. കാലം പോകുന്തോറും ഈ സ്ഥലം നിനക്ക് ശീലമായിക്കോളും. ഇവിടെയുള്ള ഞങ്ങളെ നിനക്ക് വിശ്വസിക്കാം. പുറം ലോകത്തുള്ള മനുഷ്യരെയാണ് വിശ്വസിക്കാൻ പറ്റാത്തത്. നിന്റെ അച്ഛൻ തന്നെ എങ്ങനെയാണ് പെരുമാറിയെന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. നമ്മുടെ ഹീറോയും അതേ ബിസിനസ് നടക്കുന്ന സ്ഥലത്തെ ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. അവിടെ സരോജ എന്നൊരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് ഹീറോയുടെ 1 സൈഡ് പ്രണയമാണ്. എന്നാൽ ഹീറോയ്ക്ക് പ്രണയം, കല്യാണം ഇതിലൊന്നും യാതൊരു താല്പര്യവുമില്ല. തൻ്റെ ജീവിതത്തിൽ പ്രണയമേ ഇല്ല, അതെല്ലാം വെറും നുണയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് ഹീറോ. എന്നാൽ എന്താണെന്ന് അറിയില്ല, നമ്മുടെ ഹീറോയിനെ ആദ്യമായി കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. മറുവശത്ത് BV ജാൻ ചിറ്റപ്പനോട് ജോളിയായി സംസാരിക്കുകയാണ്. ചിറ്റപ്പൻ കുറേ നാളായി BV ജാനെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ BV ജാൻ താൻ ഇങ്ങനെ ഒരു തൊഴിൽ ചെയ്യുന്നത് കൊണ്ടും ഒരുപാട് പേരുടെ ജീവിതം നശിപ്പിക്കുന്നത് കൊണ്ടും ചിറ്റപ്പൻ്റെ പ്രണയം സ്വീകരിച്ചില്ല. ഇപ്പോൾ ചിറ്റപ്പൻ ഒരു നെക്ലേസ് വാങ്ങി കൊടുക്കുന്നുണ്ടെങ്കിലും BV ജാൻ അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. ഇതിൽ ദേഷ്യം വന്നിട്ട് 30 വർഷമായി ഞാൻ നിന്റെ പുറകെ നടക്കാണ്, നീ എന്നെ ബഹുമാനിക്കുന്ന പോലില്ല, നിനക്ക് എത്ര അഹങ്കാരമാണ് എന്ന് പറഞ്ഞ് BV ജാനെ കാണിക്കാൻ വേണ്ടി അവിടെയുള്ള മറ്റൊരു പെണ്ണുമായി ചിറ്റപ്പൻ അടുപ്പത്തിലാവുന്നു. അതേസമയം ആ ലോഡ്ജിലേക്ക് പോലീസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോയിൻ്റെ ഭർത്താവിനെ കൊന്നില്ലേ, അതിൻ്റെ CCTV ഫുട്ടേജ് പോലീസിനെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് കൽക്കത്ത പോലീസ് ഈ കേന്ദ്രത്തിലേക്ക് വന്നിരിക്കുന്നത്. BV ജാനും ചിറ്റപ്പനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഹീറോയുടെ റൂമിൽ തന്നെ ഇരിക്കാനും പുറത്തേക്ക് വരരുതെന്നും പറഞ്ഞിട്ട് അവർ പോലീസിനോട് സംസാരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ള എത്ര പെൺകുട്ടികളെ വേണമെങ്കിലും നിങ്ങൾക്ക് തരാം, ദയവ് ചെയ്ത് ഈ കേസിൽ ഞങ്ങളുടെ മകൻ മോണ്ടുവിനെ അറസ്റ്റ് ചെയ്യരുത്, ഇത് നമുക്ക് ഇവിടെ വെച്ച് തീർക്കാം എന്ന് പറയാണ്. അപ്പോൾ പോലീസ് നിങ്ങളുടെ മകൻ മോണ്ടു ആ ലോഡ്ജിൽ നിന്നും ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പെൺകുട്ടി, കാണാൻ നല്ല ഭംഗിയുണ്ട്, ഈ പെൺകുട്ടിയെ ഞങ്ങൾക്ക് വിട്ടുതരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ആ പെൺകുട്ടി നമ്മുടെ ഹീറോയിനാണ്. ഈ വിവരം ചിറ്റപ്പനും BV ജാനും അറിഞ്ഞപ്പോൾ മോണ്ടുവിനെ രക്ഷിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണ്. അവർ നേരെ ഹീറോയിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. ഒരു നല്ല സാരി കൊടുത്ത് ഉടുക്കാൻ പറയുന്നുണ്ട്. സാരി ഉടുത്ത ശേഷം അവളുടെ കയ്യിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു. ഇപ്പോൾ ഒരു പോലീസുകാരൻ്റെ കൂടെ നിന്നെ അയക്കാൻ പോവാണ്, നിനക്ക് വഴി തെറ്റാതിരിക്കാനാണ് ഈ ഇഞ്ചക്ഷൻ എന്ന് കള്ളം പറയാണ്. ഇഞ്ചക്ഷൻ എടുത്ത ഉടനെ ഹീറോയിൻ മയങ്ങി വീഴാണ്. പോലീസുകാരൻ ഇരിക്കുന്ന മുറിയിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി കിടത്തുന്നു. ആ പോലീസുകാരൻ മുറിയിലേക്ക് പോകുമ്പോൾ വിവരം അറിഞ്ഞ് ഹീറോയുടെ മനസ്സ് പെടയാണ്. ആ പെൺകുട്ടിക്ക് ഇവിടെ വരാൻ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവളെ വെറുതെ എന്തിനാണ് ഈ ബിസിനസ്സിലേക്ക് തള്ളിവിടുന്നത്, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അവൻ ചിന്തിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ്റെ മുറിയിലേക്ക് ചെല്ലാണ്. അവൾ വളരെ ദയനീയമായി ഉറങ്ങുകയാണ്. ഉറക്കത്തിലും എടാ കാർത്തിക്, നീ എവിടെയാണ്, നീ എപ്പോഴാണ് വന്ന് എന്നെ കൊണ്ടുപോവുക,
എനിക്കിവിടെ ജീവിക്കാൻ വയ്യ എന്ന് അവൾ പുലമ്പുന്നുണ്ട്. ഇത് കേട്ട ഹീറോ ഇവൾ കാർത്തിക് എന്നൊരു പയ്യനെ സ്നേഹിക്കുന്നുണ്ടല്ലേ, അവനെ കണ്ടുപിടിച്ച് ഇവൾക്ക് കൊടുക്കാം എന്ന് തീരുമാനിക്കുകയാണ്. അന്ന് രാത്രി തന്നെ ഹീറോ ആ കാർത്തികിനെ കണ്ടുപിടിച്ച് ഈ കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇവൻ നമ്മുടെ സുകന്യയ്ക്ക് വന്ന ആദ്യത്തെ കസ്റ്റമറാണ് എന്ന അച്ഛനമ്മമാരോട് കള്ളം പറഞ്ഞ് ഹീറോയിൻ്റെ മുറിയിലേക്ക് അവനെ കയറ്റിവിടുന്നു. കാമുകനെ കണ്ടതും ഹീറോയിൻ കണ്ണ് നിറഞ്ഞു പോവാണ്. ഹീറോയ്ക്ക് ഹീറോയിനോട് പ്രണയമുള്ളത് കൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞ് അവൻ സങ്കടത്തോടെ മുറിയിലേക്ക് വരുമ്പോൾ വളർത്തമ്മയായ ബീവി ജാൻ അത് കാണുന്നുണ്ട്. നിന്റെ കണ്ണിൽ എന്തൊരു പ്രണയം കാണുന്നുണ്ടല്ലോ, ഇതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. നോക്ക് മോനെ, ഇവിടെ ആരുമായും പ്രണയത്തിലാകരുത്, പിന്നെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉപദേശിക്കുകയാണ്. ഞാൻ പ്രേമത്തിലൊന്നുമല്ല, ഇപ്പോൾ തന്നെ ആ കാർത്തികിൻ്റെ കയ്യിൽ നിന്നും ഞാൻ 20,000 രൂപ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പണം കൊടുത്തിട്ട് ഹീറോ അവിടെ നിന്നും പോവുകയാണ്. മുറിയിൽ കാർത്തിക് ഞാൻ സിൽക്ക് ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് ദൂര സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു, ഫോൺ നമ്പർ മാറ്റി, അതുകൊണ്ടാണ് നിന്നെ വിളിക്കാൻ പറ്റാതിരുന്നത് എന്നൊക്കെ കള്ളം പറയാണ്. എന്നിട്ട് അവൻ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഹീറോയിൻ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അവൾ അവനെ തള്ളി മാറ്റിയിട്ട് എന്താ ചെയ്യുന്നത്, എന്നെ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോ എന്ന് പറയാണ്. കൂട്ടിക്കൊണ്ടുപോകാനോ? എനിക്ക് പുറത്തൊരു ഭാര്യയുണ്ട്, നിനക്കറിയാമോ? എനിക്ക് വേറൊരു ജീവിതമുണ്ട്. നീ ഇവിടെ ഉണ്ടെന്ന് മോണ്ട് പറഞ്ഞതുകൊണ്ട് നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് കാശ് കൊടുത്താണ് ഞാൻ വന്നത്. എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വരികയാണ്. കാർത്തിക് ഇങ്ങനെ മാറിപ്പോകുമെന്ന് അവൾ വിചാരിച്ചതേയില്ല. അവർ തമ്മിൽ വലിയ വഴക്കാവാണ്. ഹീറോയിൻ കാർത്തികിനെ തല്ലാൻ ചെല്ലുന്നുണ്ടെങ്കിലും അവൻ അവളെ തള്ളിയിടുന്നുണ്ട്. ഒച്ച കേട്ട് ഹീറോ വന്ന് നോക്കുമ്പോൾ കാർത്തിക് ഹീറോയിനെ ഉപദ്രവിക്കുന്നതാണ് കാണുന്നത്. ഹീറോയിനെ രക്ഷിക്കാനായി വീണ്ടും തോക്കെടുത്ത് ഹീറോ കാർത്തികിനെയും വെടിവെച്ച് കൊല്ലുന്നു. ഇതൊരു ആക്സിഡൻ്റായി സംഭവിച്ചതാണ്. രണ്ടുപേരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഹീറോ തൻ്റെ കുട്ടിക്കാലം ഓർക്കാണ്. യഥാർത്ഥത്തിൽ ഹീറോയുടെ അമ്മയും ഇഷ്ടമില്ലാതെയാണ് ഈ തൊഴിൽ ചെയ്തിരുന്നത്. ഹീറോ കുട്ടിയായിരുന്നപ്പോൾ ഒരു ദിവസം അമ്മയെ 3 പേർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. പിറ്റേന്ന് അമ്മ ശവശരീരമായിട്ടാണ് തിരിച്ചു വന്നത്. അത്രയും ക്രൂരമായാണ് അമ്മയ്ക്ക് സംഭവിച്ചത്. അമ്മയ്ക്ക് സംഭവിച്ചതുപോലെ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് സംഭവിക്കരുത് എന്ന് കരുതിയാണ് മോണ്ടു ഇങ്ങനെ ചെയ്തത്. ഒരുത്തനെ കൊന്നത് പോരാഞ്ഞിട്ട് രണ്ടാമത്തെ ഒരുത്തനെയും കൊന്നു എന്ന് പറഞ്ഞ് പോലീസ് മോണ്ടുവിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലിട്ട് പൊതിരെ തല്ലാണ്. ആ സമയത്ത് ഹീറോയിൻ ആ കേന്ദ്രത്തിൽ തനിച്ചാണ്. അവിടെയുള്ള മറ്റു സ്ത്രീകൾ വന്ന് ഇവളല്ലേ നമ്മുടെ മോണ്ടുവിനെ മയക്കിയത്, ഞാൻ എത്ര നാളായി മോണ്ടുവിൻ്റെ പുറകെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സരോജയും മറ്റുള്ളവരും ഹീറോയിനെ മർദ്ദിക്കുന്നു. ഈ പെണ്ണ് കാരണമാണ് മോണ്ടു ജയിലിലായത് എന്നവർ ബീവി ജാനോട് പറയാണ്. ബീവി ജാനും ഇപ്പോൾ ഹീറോയിനോട് ദേഷ്യം തോന്നുന്നുണ്ട്. എങ്ങനെയൊക്കെ ഒരു വക്കീലിനെ വെച്ച് മോണ്ടുവിനെ അവർ ജാമ്യത്തിൽ ഇറക്കുന്നുണ്ട്. പുറത്തിറങ്ങിയ മോണ്ടുവിനെ ചിറ്റപ്പൻ വീണ്ടും തല്ലുന്നുണ്ട്. അവൻ ജനിച്ചു വളർന്ന ചേരിയിൽ കൊണ്ടുപോയി ഇവിടെ നിന്നും നിന്നെ തൂക്കിയെടുത്ത് കൊണ്ടുവന്നാണ് വേറൊരു ജീവിതം തന്നത്, വീണ്ടും ഇവിടേക്ക് തന്നെ പോകണോ എന്ന് ചോദിച്ച് തല്ലുകയാണ്. ഇനി ഒരിക്കലും ഞാൻ ആ പെണ്ണിൻ്റെ പുറകെ പോവില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് മോണ്ടു പറയുന്നുണ്ട്. എങ്കിൽ ഇന്ന് ഞാനൊരു ജോലി തരാം, അത് നീ ചെയ്യണം. ആ പെണ്ണിനെ ഡോക്ടറുടെ വീട്ടിൽ കൊണ്ടുപോയി വിടണം എന്ന് ചിറ്റപ്പൻ കൽപ്പിക്കുകയാണ്. അതേസമയം ബീവി ജാൻ ഹീറോയിനെ അണിയിച്ചൊരുക്കുകയാണ്. ഇനി മുതൽ നിന്റെ ജീവിതം നരകമായിരിക്കും. ഞങ്ങളുടെ വളർത്തുമകനെ തന്നെ നീ വലയിലാക്കാൻ നോക്കിയല്ലേ, നീ ഡോക്ടറുടെ വീട്ടിലേക്ക് പോ എന്ന് പറയാണ്. ആ ഡോക്ടറാണ് ഇവരുടെ എല്ലാവരുടെയും ബോസ്. അയാളുടെ വീട്ടിലേക്ക് പോകുന്ന പെൺകുട്ടികളിൽ പാതി പേരും തിരിച്ചു വരാറില്ലത്രേ. അത്രയ്ക്കും ക്രൂരതകൾ അവിടെ നടക്കും. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഹീറോയിൻ പോകുന്നത്. ആ ഡോക്ടർ അവിടെ 3 വിദേശികളുമായി ബിസിനസ് ഡീൽ സംസാരിക്കുകയാണ്. ആ വിദേശികൾക്ക് ഒരു ഗിഫ്റ്റായാണ് ഡോക്ടർ ഹീറോയിനെ കൊടുക്കുന്നത്. ഇത് മോണ്ടു കാണുന്നുണ്ട്. നിന്റെ ജോലി കഴിഞ്ഞില്ലേ, പൊക്കോ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. മോണ്ടു താഴേക്ക് വരുന്നുണ്ട്. പക്ഷെ മുകളിൽ എന്ത് നടക്കും എന്ന പേടി അവനുണ്ട്. വീണ്ടും അവനിലെ പ്രണയം പുറത്തു വരുന്നുണ്ട്. ഹീറോയിനെ രക്ഷിക്കണമെന്ന ചിന്ത മാത്രമാണ് അവൻ്റെ മനസ്സിലുള്ളത്. അവൻ ഓടിച്ചെന്ന് ആ 3 പേരിൽ നിന്നും ഹീറോയിനെ രക്ഷിക്കുകയാണ്. ആ 3 പേരെയും അവൻ കൊല്ലുന്നുണ്ട്. എന്നിട്ട് ഹീറോയിനെ കൂട്ടി വേഗത്തിൽ അവിടെ നിന്ന് പോവാണ്. ഇത് കാണുന്ന ഡോക്ടറിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഹീറോയിനും ഒരു വാനിൽ വന്ന് റോഡിൽ നിൽക്കുകയാണ്. ഇനി അവർ നമ്മളെ വെറുതെ വിടില്ല, നീ തിരിച്ചു വന്നാൽ നിന്നെയും അവരെന്തെങ്കിലും ചെയ്യും. അതെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇപ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എവിടേക്കെങ്കിലും പോയി നിന്റെ ജീവിതം നോക്കുമെന്ന് പറഞ്ഞ് ഹീറോയിനെ റോഡിൽ ഇറക്കി വിട്ട് ഹീറോ തിരിച്ചു പോവാണ്. ഇവിടെ ഡോക്ടർ ചിറ്റപ്പനോടും ബീവി ജാനോടും ഇനി മകനെന്നൊന്നും നോക്കാൻ പറ്റില്ല, അവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് ഭീഷണിപ്പെടുത്താണ്. ഹീറോ വന്നതും ചിറ്റപ്പൻ ഇരുമ്പ് വടി വെച്ച് അവനെ പൊതിരെ തല്ലുകയാണ്. ഇതിനിടയിൽ അവരുടെ ഗുണ്ടകൾ പോയി രക്ഷപ്പെടാൻ ശ്രമിച്ച ഹീറോയിനെ പിടിച്ചുകൊണ്ടുവരുന്നു. അവളെ വീണ്ടും മുറിയിൽ അടയ്ക്കുന്നുണ്ട്. ആ മുറിയിലേക്ക് ബോസായ ഡോക്ടറെയും കയറ്റിവിടുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഹീറോയിൻ്റെ മുറിയിലേക്ക് വരികയാണ്. നീ എന്തിനാ തിരിച്ചു വന്നത് എന്ന് ചോദിക്കുകയാണ്. അവർ പിടിച്ചതല്ല, ഞാൻ തന്നെ വന്നതാണ്, കാരണം ഞാനും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നമുക്ക് കല്യാണം കഴിച്ച് ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോവാം എന്നവൾ കെഞ്ചാണ്. അതേസമയം ആ ലോഡ്ജിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇത് അവിടെ ഉള്ളവരെല്ലാവരും, പ്രത്യേകിച്ച് ബീവി ജാനിനെയും ചിറ്റപ്പനെയും വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ഹീറോയിനെയും നിങ്ങൾ വിചാരിച്ചതുപോലെ ജീവിച്ചോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ഹീറോയിനെ കല്യാണം കഴിച്ച് അവൻ ജനിച്ച ചേരിയിലേക്ക് വന്ന് സന്തോഷമായി ജീവിക്കുകയാണ്. കുറച്ച് നാളുകൾക്കുള്ളിൽ ഹീറോയിൻ ഗർഭിണിയാകുന്നുണ്ട്. ഹീറോ മദ്യപാനമൊക്കെ നിർത്തി ഒരു വാച്ച്മാൻ്റെ ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെ ജീവിതം സന്തോഷമായി പോകുമ്പോൾ ഇത് കണ്ട് അസൂയ പൂണ്ട് ചിറ്റപ്പനും ബീവി ജാനും ഹീറോയിനെ തട്ടിക്കൊണ്ടുപോകുന്നു. മോണ്ടു വീട്ടിൽ വരുമ്പോൾ ഭാര്യയെ കാണാനില്ല. അവൻ ബീവി ജാനെ ഫോൺ ചെയ്യുന്നുണ്ട്. അവൾ ഗർഭിണിയാണ്, എൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ട്, ഞങ്ങൾ വെറുതെ വിട് എന്ന് മോണ്ടു കരഞ്ഞു പറയാണ്. എടാ വിട്ടി, അവളുടെ വയറ്റിലുള്ളത് നിന്റെ കുട്ടിയല്ല, ആ ഡോക്ടറുടെ കുട്ടിയാണ് എന്ന് ബീവി ജാൻ കള്ളം പറയുന്നുണ്ട്. അവൾ കാശിന് വേണ്ടി ആ ഡോക്ടറുടെ കൂടെ പോയതാണ്. ഇവരൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മോണ്ടുവിനെ മനസ്സ് മാറ്റാൻ നോക്കുകയാണ്. ഇതിൽ വിശ്വസിച്ച് ദേഷ്യം വന്ന മോണ്ടു തോക്കെടുത്ത് ഇറങ്ങാണ്.
അതേസമയം അവർ ഹീറോയിനോട് നിന്നെ രക്ഷിക്കാനാണ് ഞാൻ കൊണ്ടുവന്നത്, മോണ്ടുവിന് സംശയരോഗമാണ്, നിന്റെ വയറ്റിലുള്ള കുട്ടി ഡോക്ടറുടേതാണെന്ന് അവൻ സംശയിക്കുന്നുണ്ട്, നിന്നെ കൊല്ലാൻ അവൻ തോക്കുമായി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് മോണ്ടു ദേഷ്യത്തിൽ അയച്ച വോയിസ് മെസ്സേജ് കേൾപ്പിക്കുന്നു. അത് കേട്ട് ഹീറോയിൻ പേടിക്കുന്നുണ്ട്. രണ്ടുപേരെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ബി ജാൻ ഹീറോയിന്റെ കയ്യിൽ ഒരു തോക്ക് കൊടുക്കുന്നുണ്ട്. അവൻ നിന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ അവനെ വെടിവെച്ചോ എന്ന് പറയാണ്. ഇതിനിടയിൽ ബിസിനസ് മോശമായതുകൊണ്ട് ഡോക്ടർ ബി ജാനെ മാറ്റിയിട്ട് സരോജയെ പുതിയ നടത്തിപ്പുകാരിയായി നിയമിക്കുന്നു. സരോജ സന്തോഷിക്കുന്നുണ്ട്. ചിറ്റപ്പൻ ബി ജാനോട് നീ എന്തിനാ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെ പെരുമാറുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ അനുഭവിച്ച നഗരം അവനും അനുഭവിക്കണം, നമ്മൾക്ക് ജീവിക്കാൻ പറ്റാത്ത ജീവിതം അവൻ മാത്രം ജീവിക്കേണ്ട എന്ന അസൂയാണ് ബി ജാനിന്. ഇപ്പോൾ ഹീറോ തോക്കുമായി വരുന്നുണ്ട്. സത്യത്തിൽ അവന് ഭാര്യയെ സംശയമില്ല, അവളെ രക്ഷിക്കാനാണ് അവൻ വരുന്നത്. മുറിയിലേക്ക് വന്ന് സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ഹീറോയിൻ തെറ്റിദ്ധരിച്ച് അവനെ വെടിവെക്കുന്നു. വെടിയേറ്റ ശേഷമാണ് ഹീറോ പറയുന്നത്, നിന്റെ വയറ്റിലുള്ളത് എൻ്റെ കുഞ്ഞാണെന്ന് എനിക്കറിയാം, ഇനി അതല്ലെങ്കിലും കുഴപ്പമില്ല, അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഇത് കേട്ട് ഹീറോയിൻ കരയാണ്. പെട്ടെന്ന് വളർത്തമ്മയുടെ ഗുണ്ടകൾ വരുന്നുണ്ട്. അവരെല്ലാരും വെടിവെച്ച് വീഴ്ത്തി അവർ രക്ഷപ്പെടാൻ നോക്കുകയാണ്. അപ്പൊ ചിറ്റപ്പൻ വന്ന് ഹീറോയെ വെടിവെക്കുകയാണ്. ഒടുവിൽ ഹീറോ ചിറ്റപ്പനെയും കൊല്ലുന്നു, അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് ബി ജാനെ അധികാരം കിട്ടിയ സരോജ വെടിവെച്ച് കൊല്ലുകയാണ്. അതോടെ ബി ജാന്റെ കഥയും കഴിയുന്നു. ഹീറോയ്ക്കും ഹീറോയിനും രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിലും ഹീറോയ്ക്ക് വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഹീറോയിൻ അവനെ താങ്ങി പിടിച്ച് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോവാണ്. ഇനിയുള്ള ജീവിതം പുതുതായി തുടങ്ങാമെന്ന പ്രതീക്ഷയോടെ അവർ നടന്നു നീങ്ങുന്നു. ഇതിനുശേഷം അവർക്ക് എന്ത് സംഭവിച്ചു, ബി ജാനും ചിറ്റപ്പനും പോയതോടെ ആ സ്ഥലം എന്തായി, ഇതെല്ലാം സെക്കൻഡ് സീസണിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് സീസൺ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് സെക്കൻഡ് സീസണിന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ സീരീസ് എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? സീരീസിനെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.